റോയൽ ആർമി മെഡിക്കൽ കോർപ്സിലെ പത്തോളജിസ്റ്റും മൈക്രോബയോളജിസ്റ്റുമായ സർ ഡേവിഡ് ബ്രൂസും അദ്ദേഹത്തിൻ്റെ ഭാര്യ മൈക്രോബയോളജിസ്റ്റ് കൂടിയായ മേരി എലിസബത്ത് ബ്രൂസും ചേർന്നാണ് ഈ ഉറക്കരോഗമുണ്ടാക്കുന്നത് ഒരു ഏകകോശ ജീവിയാണ് എന്ന് 1903 കണ്ടെത്തിയത്. കുതിരകളിലും മറ്റു വളർത്തു മൃഗങ്ങളിലും ഒക്കെ സമാനമായിട്ടുള്ള രോഗമുണ്ടാക്കുന്നതും ഇതേ പ്രോട്ടോസോവയാണെന്നും അത് പരത്തുന്നത് സെസി ഈച്ചകൾ വഴിയാണെന്നും അദ്ദേഹം കണ്ടെത്തി. ഇദ്ദേഹമാണ് നമ്മൾ ഇന്ന് ബ്രൂസെല്ല എന്ന് വിളിക്കുന്ന ബാക്ടീരിയകളെ 1887 കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അവയെ ബ്രൂസെല്ല എന്ന് വിളിക്കുന്നത്. ഈ പരാത പ്രോട്ടോസോവയുടെ ജീവചക്രം പൂർത്തിയാകണമെങ്കിൽ നട്ടലുള്ള ജീവികളുടെ രക്തത്തിലെത്തണം. ഇത്തരത്തിൽ രക്തത്തിലും ലിംഫിലും ഒക്കെ ഈ പരാത പ്രോട്ടോസോവയുടെ സാന്നിധ്യമുള്ള ഒരാളെ ചോര കുടിക്കുന്നതിനായിട്ട് ഈ സെസി ഈച്ചകൾ കടിച്ചാൽ അങ്ങനെ അവയുടെ ഉള്ളിലും ഇതെത്തും. ആ ഫ്ലൈ വേറൊരു മൃഗത്തെയോ മനുഷ്യരെയോ കടിച്ചാൽ അവരിലും എത്തും. അപ്പോൾ ഈ കഥയിലെ പ്രധാന വില്ലൻ സെസി ഈച്ചകളാണ്. ടിക് ഫ്ലൈകൾ എന്നും ഇവയെ വിളിക്കാറുണ്ട്. ഗ്ലോസിനിയുടെ കുടുംബത്തിൽ ഗ്ലോസിന എന്ന ജനുസിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തലയും വ്യക്തമായിട്ടുള്ള കണ്ണുകളും വീണ്ടും വീണ്ടും ശാഖകളായി പിരിഞ്ഞ രോമങ്ങൾ കൊണ്ട് നിറഞ്ഞ അസാധാരണമായിട്ടുള്ള ആന്റിനകളും ഒക്കെ ഉള്ളവയാണ് ഇവ. അതുപോലെ നല്ല വലിപ്പമുള്ളതിനാൽ ഇവയെ വേഗത്തിൽ തന്നെ മറ്റീച്ചകളിൽ നിന്നും വേർതിരിച്ചറിയാൻ പറ്റും. മറ്റീച്ചകളെ പോലെയല്ലാതെ ഇവ വിശ്രമിക്കുമ്പോൾ അവയുടെ മേൽച്ചിറകുകൾ രണ്ടും ഒന്നിനു മുകളിൽ ഒന്നായി കൃത്യമായിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. കൂടാതെ ഇവയുടെ പ്രൊബോസിസ് നേരെ മുന്നിലേക്ക് നീണ്ടു നിൽക്കുന്നതും വളരെ നീളമുള്ളതുമാണ്. ഇവയുടെ ഉള്ളിലെ ക്രോപ്പ് എന്ന സഞ്ചി വളരെ വികസിക്കാൻ കഴിവുള്ളതാണ്. ചോര കുടിക്കുമ്പോൾ ഇത് വീർത്തു വരും. സ്വന്തം ഭാരത്തിന്റെ തുല്യമായ അളവ് ചോര സെസി ഫ്ലൈക്ക് കുടിക്കാൻ പറ്റും. സ്വറ്റ്സേനയിലെ ബണ്ടു ഭാഷയിൽ സെസി എന്നാൽ ഈച്ച, പ്രാണി എന്നൊക്കെ തന്നെയാണ് അർത്ഥം. അതിനാൽ തന്നെ സെസി ഫ്ലൈ എന്ന് വിളിക്കാതെ സെസി എന്ന് മാത്രമായിട്ടും ഇവയെ വിളിക്കാറുണ്ട്. നട്ടലിലുള്ള കശേരുകികളായിട്ടുള്ള ജീവികളുടെ രക്തം കുടിച്ചല്ലാതെ ഈ ഈച്ചകൾക്ക് ജീവിക്കാനും പ്രത്യുത്പാദനം നടത്തുവാനും പറ്റില്ല.